ഹായ് സുഹൃത്തുക്കളെ, ഇത് അളവിന് ലൈനിങ് ചുരിദാറാണ് തന്നത്. ആ ലൈനിങ് ചുരിദാറിൽ നിന്ന് അളവെടുത്തിട്ട് മറ്റൊരു ലൈനിങ് ചുരിദാർ കട്ട് ചെയ്യുന്നതാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ 2 മീറ്റർ ലൈനിങ് തുണിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ 42 ഇഞ്ച് ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ലൈനിങ് തുണി ഇറക്കത്തേക്കാൾ 1.5 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്താൽ മതി. ഇനി ഞാൻ കൈക്കുഴിയാണ് മാർക്ക് ചെയ്യുന്നത്. അത് 5.25 ഇഞ്ച് അളവ് ചുരിദാറിൽ നിന്ന് എടുത്ത് മാർക്ക് ചെയ്തതാണ്. അതിനുശേഷം ഇനി മാർക്ക് ചെയ്യുന്നത് ഇടുപ്പാണ്, അല്ലെങ്കിൽ വേസ്റ്റ് എന്ന് പറയും. ആ വേസ്റ്റ് 15 ഇഞ്ചാണ്. അപ്പോൾ 15 ഇഞ്ച് വേസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഹിപ്പാണ്. ഹിപ്പ് 21 ഇഞ്ച്. അപ്പോൾ ഈ ലൈൻ, അതായത് ഇത് കൈക്കുഴിയുടെ ലൈനാണ്. ഇത് നമുക്ക് നേരെ വരയ്ക്കാം. കൈക്കുഴി 5.25 ഇഞ്ചാണ് താത്തി വരച്ചേക്കുന്നത്. അത് ആമോൾ 5.25 ഇഞ്ചാണ്. ഇത് ഇടുപ്പ് 15 ഇഞ്ചാണ്. ഇത് ഹിപ്പ് 21 ഇഞ്ച് ഇറക്കത്തിലാണ് വരച്ചത്. അപ്പോൾ ആ ലൈനെല്ലാം നമ്മൾ നേരെ വരച്ചു. ഇപ്പം ഇതിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തത് ക്യാമറയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഫ്ലെയർ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കാണിച്ചു തരാം. കാരണം ഇത് വലിച്ച് മുകളിലേക്ക് കയറ്റിയിട്ടെങ്കിലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് ഷോൾഡറാണ്. ഇതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 12.5 ഇഞ്ചാണ്. 12.5 ഇഞ്ച് പകുതി 6.25. അപ്പോൾ 6.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. ഇതാണ് എൻ്റെ ഷോൾഡർ. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആ ലൈൻ നമ്മൾ ഇങ്ങനെ നേരെ വരയ്ക്കുകയാണ്. അത് നമ്മൾ നേരെ വരച്ച് ഷോൾഡർ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ മാർക്ക് ചെയ്ത ചെസ്റ്റ് ലൈനാണ്. ചെസ്റ്റ് നമുക്ക് ഇതിൻ്റെ ചെസ്റ്റ് എന്ന് പറയുന്നത് 35 ഇഞ്ചാണ്. 35 ഇഞ്ചിൻ്റെ 1/4, അതായത് 8.25 ഇഞ്ച്. ഇത് നമ്മൾ അളവ് ചുരിദാറിൽ നിന്ന് എടുത്തതായതുകൊണ്ട് നമുക്കത് സെയിം ആയിട്ട് അങ്ങോട്ട് മാർക്ക് ചെയ്താൽ മതി. ബോഡിയിൽ നിന്ന് അളവെടുത്തതല്ല, അളവ് ചുരിദാറിൽ നിന്ന് അളവെടുത്തതായതുകൊണ്ട് അതേ അളവ് തന്നെ നമുക്കിവിടെ മാർക്ക് ചെയ്താൽ മതി. അപ്പോൾ 8.25 ഇഞ്ച്. ഇനി നമുക്ക് വയറിൻ്റെ അവിടെ, അതായത് ഇടുപ്പിൻ്റെ അവിടെ നമുക്ക് വേണ്ടത് 31 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 1/4 പറയണത് 7.25 ഇഞ്ച്. ഇനി നമുക്ക് ഹിപ്പാണ് വേണ്ടത്. ഹിപ്പെന്ന് പറയുന്നത് 37 ഇഞ്ചാണ്. 37 ഇഞ്ചിൻ്റെ 1/4 പറയണത് 9.25 ഇഞ്ച്. അപ്പോൾ അളവ് ചുരിദാറിൻ്റെ അതേ സെയിം അളവ് തന്നെയാണ് നമ്മൾ ഇതിലും ചെയ്യുന്നത്. അപ്പോൾ ഹിപ്പ് 37 ഇഞ്ചാണ്. അതിൻ്റെ 1/4 പറയണത് 9.25 ഇഞ്ച്. ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് നെക്കാണ്. ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് ബോട്ട് നെക്കാണ്. ബോട്ട് നെക്ക് നമ്മൾ അളവ് ചുരിദാറിന് തന്നിരിക്കുന്ന ബോട്ട് നെക്കിനേക്കാൾ അല്പം കൂടി വൈഡായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വൈഡ് നമ്മൾ 3.25 ഇഞ്ച്, അതായത് 7.5 ഇഞ്ച് വൈഡാണ് കൊടുക്കണം. അതിൻ്റെ പകുതി 3.25 ഇഞ്ച്. ഇത് കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 2.25 ഇഞ്ച്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിറക്കം ഒരുപാട് പാടില്ല. ബോട്ട് നെക്ക് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് കഴുത്തിറക്കം നമ്മൾ കൊടുക്കാൻ പാടില്ല. അങ്ങറ്റം പോയാൽ 3 ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാവുള്ളൂ, എങ്കിലേ അതിന് ഭംഗിയായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ 3 ഇഞ്ച് നമ്മൾ ഇറക്കം കൊടുത്തു. 3.25 ഇഞ്ച് നമ്മൾ അതിൻ്റെ വീതി കൊടുത്തു, അല്ലെങ്കിൽ വൈഡ്. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ അതിനൊക്കെ നമ്മൾ ഒരു ഷേപ്പ് വരയ്ക്കുക. ഒരു യു ഷേപ്പ് അല്ല നമ്മൾ വരയ്ക്കുന്നത്, ഒരു നികന്ന ഒരു റൗണ്ട് ഷേപ്പ്. കണ്ടോ, ഇത് ഇങ്ങനെയാണ് നികന്ന ഒരു റൗണ്ട് ഷേപ്പ്. യു ആയിട്ട് വരത്തില്ല, ഒരു നികന്ന റൗണ്ട് ഷേപ്പ്. കണ്ടോ, ഇത് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്.
ആ അപ്പോൾ ചിലർ വരയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡിനൊക്കെ വരച്ച് കഴിയുമ്പോൾ ഒരു യു ഷേപ്പ് വരും. ഇങ്ങനെ യു ആയിട്ട് ചിലർ വരയ്ക്കാറുണ്ട്. പക്ഷേ യു ആയിട്ട് നമ്മൾ വരയ്ക്കുന്നില്ല. യു ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ അത് യുവിനൊക്കെ അങ്ങനെ നമ്മൾ വരയ്ക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ഒരു ചെറിയ റൗണ്ടായിട്ട് ഇങ്ങനെ ഒരു ഷേപ്പേ കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ നികന്ന ഒരു റൗണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ബോർഡിനൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു മുൻകൈയുടെ കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 3/4 ഇഞ്ച് ചെരിച്ച് വരച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ മാർക്കിൽ നിന്ന് മുകളിലേക്ക് ചെരിച്ച് നമ്മൾ വരയ്ക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ നമ്മൾ കാണുവാണ്. അതായത് 5.25 ഇഞ്ചാണ് അതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ 2.25 പോയിൻറ്റും. അപ്പോൾ 2.25 പോയിൻറ്റും സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തു. ആ മാർക്കിൽ നമ്മൾ ആം ഹോൾ കർവ് വെച്ചിട്ട് നമ്മൾ അതിന് ഷേപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ആ സെൻറ്റർ പോയിൻ്റ് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ അതിന് ഷേപ്പ് കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് 2 നിര തുണിയാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഞാൻ ഫ്രണ്ടിൻ്റെ ഷേപ്പാണ് ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്നത്. ഫ്രണ്ട് കുഴിച്ചു വെട്ടാനുള്ള ഷേപ്പാണ് ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇത് വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ ബാക്കിൻ്റെ ഷേപ്പിലാണ് വെട്ടിയെടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മളതിൻ്റെ ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത് ഇത് ഇനി മാർക്ക് ചെയ്യുന്നത് ബാക്കിൻ്റെ ഷേപ്പാണ്. ഇത് ബാക്കിൻ്റെ ഷേപ്പാണ്. ആദ്യം മാർക്ക് ചെയ്ത്, അതായത് ഇത് ഫ്രണ്ടിൻ്റെ ഷേപ്പാണ്. അതായത് ഫ്രണ്ട് കുഴിച്ചു വെട്ടേണ്ട ഷേപ്പും മറ്റത് ബാക്ക് വെട്ടേണ്ട ഷേപ്പുമാണ്. ഇതാണ് ഫ്രണ്ട് കുഴിച്ചു വെട്ടേണ്ട ഷേപ്പ്. പക്ഷേ ഇത് നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഫ്രണ്ട് സെപ്പറേറ്റ് മാറ്റിയിട്ടിട്ട് വേണം വെട്ടാൻ. ഇപ്പോൾ നമ്മൾ വെട്ടുമ്പോൾ ഈ ബാക്കിൻ്റെ ആ ഷേപ്പിൽ നമ്മളിപ്പോൾ വെട്ടിയെടുക്കുന്നുള്ളൂ. കാരണം ഇത് 2 പീസാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ബാക്കിൻ്റെ ആ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുക്കും. അതുപോലെ ഈ കഴുത്ത് നമ്മൾ വെട്ടുന്നില്ല. ഈ കഴുത്ത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് നിർത്തുന്നേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേയിൽ ഒട്ടിച്ച് അതിങ്ങനെ അടിച്ചു മറിക്കുന്നതുകൊണ്ടാണ് അത് കട്ട് ചെയ്യുന്നില്ല. അത് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ബാക്ക് സെൻറ്ററിൽ ഇതിന് നമുക്ക് ടക്ക് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ടക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ബാക്കി പീസിന് മാത്രം നമുക്ക് 1/2 ഇഞ്ച് കൂട്ടിയിടേണ്ടതുണ്ട്. പക്ഷേ അത് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അതിൻ്റെ ഷേപ്പ് ഒന്ന് വരയ്ക്കാം. ഷേപ്പ് വരച്ച് വെച്ചാണെങ്കിൽ ഞാനത് വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെ അതിൻ്റെ ഷേപ്പ് ഒന്ന് വരയ്ക്കാം. അപ്പോൾ സെൻറ്ററിലേക്ക് വരച്ചു. ഇനിയിപ്പോൾ ഹിപ്പിലേക്കുള്ള ഷേപ്പാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പം ഇങ്ങനെ ഹിപ്പിലേക്ക് നമ്മൾ ഷേപ്പ് വരയ്ക്കണം. അപ്പോൾ അന്നേരം ഈ ഹിപ്പിൻ്റെ അവിടെ നമ്മളുണ്ടല്ലോ ഒരു 1/2 ഇഞ്ച് നമ്മളിങ്ങനെ ഒരു കയറ്റി ഒരു ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈ മുനയില്ലാതിരിക്കും. മുനയില്ലാതെ ഒരു ഷേപ്പായിട്ട് നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ചെയ്താൽ മതി, വരയ്ക്കണമെന്നില്ല. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു റൗണ്ട് ഒരു 1/2 ഇഞ്ച്, ഇവിടെ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ്, സെൻറ്ററിലും 1.25 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇവിടെ ഹിപ്പിൻ്റെ അവിടെ മാത്രം നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മടക്കി അടിക്കുന്ന 1/2 ഇഞ്ച് അകത്തേക്ക് മടക്കി 1/2 ഇഞ്ച് മടക്കി, അങ്ങനെ 1 ഇഞ്ച്. അതുകൊണ്ടാണ് അവിടെ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നു. മറ്റുള്ളിടത്ത് നമ്മൾ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. ഇവിടെല്ലാം 1.25 ഇഞ്ച് തയ്യൽ തുമ്പാണ്. ഹിപ്പിൻ്റെ അവിടെ മാത്രം നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കും. അപ്പോൾ ഇതിന് ടക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ടക്ക് ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങണം. അപ്പോൾ ബ്രസ്റ്റ് പോയിൻറ്റ് 9.25 ഇഞ്ചാണ്. ആ 9.25 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് അതിനോട് 1/2 ഇഞ്ച് താത്തി, ആ 9.25 ഇഞ്ച് ബ്രസ്റ്റ് പോയിൻറ്റിൽ നിന്ന് 1/2 ഇഞ്ച് താത്തി ടക്ക് മാർക്ക് ചെയ്യുക. അതായത് ബ്രസ്റ്റ് പോയിൻറ്റിൽ നിന്ന് ബ്രസ്റ്റ് പോയിൻറ്റിലേക്കുള്ള അകലം 3.25 ഇഞ്ചാണ്.
അത് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ടക്ക് നമ്മൾ ബാക്കിന് ടക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, 1/2 ഇഞ്ച് നമ്മൾ കൂടുതൽ മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 2 ലെയർ ഇട്ട് വെട്ടുന്നത് കൊണ്ട് ആണ് ഇത് മാർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വെട്ടിയെടുത്തതിന് ശേഷം ബാക്കി പീസ് തിരിച്ചിട്ടിട്ടാണ് നമ്മൾ ടക്കിനുള്ളത് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ കൂട്ടി മാർക്ക് ചെയ്യുവാണ്. അതെന്താണെന്ന് വെച്ചാൽ ബാക്കി പീസിന് ടക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ടക്കിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടിയിട്ടേക്കുന്നത്. അതനുസരിച്ച് നമ്മൾ വീണ്ടും ഷേപ്പ് വരച്ചു. അതുപോലെ തന്നെ ആ ഷേപ്പ് ഒന്നുകൂടി നമ്മൾ 1/2 ഇഞ്ച് കൊടുത്തുകൊണ്ട് അവിടെ വീണ്ടും ഷേപ്പ് നമ്മൾ മാറ്റി വരച്ചു. ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഫ്ലെയറാണ്. ഇപ്പം നമ്മൾ ഹിപ്പ് വരെയുള്ളത് മാർക്ക് ചെയ്തു. അപ്പോൾ ഫ്ലെയർ മാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അടിവശം മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ക്യാമറയെ കാണാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി മുകളിലേക്ക് വലിച്ചു വയ്ക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലെയറിൻ്റെ അളവാണ് ഇനി മാർക്ക് ചെയ്യുന്നത്. ഫ്ലെയർ എന്ന് പറയുന്നത് നമുക്ക് അളവ് ചുരിദാറിന് തന്നിരിക്കുന്ന അതേ അളവ് തന്നെ നമുക്ക് മാർക്ക് ചെയ്താൽ മതി. അതാണ് നമുക്ക് എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ ഫ്ലെയറിന് നമ്മൾ ഹിപ്പിൻ്റെ അതേ വണ്ണം തന്നെ നമ്മൾ ഫ്ലെയറിനും കൊടുത്താൽ, വീതി തന്നെ ഫ്ലെയറിനും കൊടുത്താൽ മതി. അതായത് നമ്മൾ ആദ്യം അതിനെ ലെവലായിട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരയ്ക്കണം, ഒന്ന് നേരെ വരയ്ക്കണം. അതിനുശേഷം നമ്മൾ ഒരു 1/2 ഇഞ്ച്, ഇത് ലൈനിങ് തുണിയാണ്, അപ്പം നമുക്ക് ചെറുതായിട്ട് മടക്കി അടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഹിപ്പിന് എത്രയാണോ മാർക്ക് ചെയ്തത്, ഹിപ്പ് നമ്മൾ 9.25 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ ആ 9.25 ഇഞ്ച് തന്നെ നമ്മൾ ഫ്ലെയർ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം. ഹിപ്പിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ താഴെയും 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കും. അതിനുശേഷം നമ്മൾ ആ 2 മാർക്കുകൾ തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ മാർക്കുകൾ യോജിപ്പിക്കുന്നു. ഇപ്പോൾ ഇതിന് അത്യാവശ്യം എല്ലാം തന്നെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ കഴുത്ത് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ, കഴുത്ത് വെട്ടുന്നില്ല. അപ്പോൾ അതിങ്ങനെ മാർക്ക് ചെയ്യും, നമ്മൾ സ്പ്രേയിൽ ഒട്ടിച്ചിട്ട് അടിച്ചു മറിച്ചാണ് കഴുത്ത്. അതുകൊണ്ട് കഴുത്ത് കട്ട് ചെയ്യുന്നില്ല നമ്മൾ. അതുപോലെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ഷോൾഡറിന് ഷേപ്പ് കൊടുക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഷോൾഡർ ആകെ ഉള്ളത് 2.5 ഇഞ്ചാണ്. ഷോൾഡർ 2.5 ഇഞ്ചാണ്. അതിൽ നിന്ന് 2 സൈഡിലേക്കും 4 ഇഞ്ച് തയ്യൽത്തുമ്പ് പോവും. കഴുത്തിനും കൈക്കും 4 ഇഞ്ച് വീതം തയ്യൽത്തുമ്പ് പോവും. പിന്നീട് ഉണ്ടാവുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ 2 ഇഞ്ച് മാത്രം വീതി ഉള്ളത് കൊണ്ട് അവിടെ ഷേപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു 3 ഇഞ്ചൊക്കെ ആണെങ്കിൽ നമ്മളവിടെ ഷേപ്പ് കൊടുക്കണം. ഇപ്പോൾ അത് 2 ഇഞ്ചേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ ഷേപ്പ് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഷേപ്പ് എല്ലായിടവും തന്നെ വരച്ചു. അപ്പോൾ നമുക്ക് ഇനി അത് കട്ട് ചെയ്യാം. കണ്ടോ, ഇത് ആ ബാക്കിൻ്റെ മാർക്ക് ചെയ്തതിലൂടെയാണ് ഞാൻ വെട്ടിയേക്കുന്നത് കേട്ടോ. ഫ്രണ്ട് കുഴിച്ചു വെട്ടാനുള്ള മാർക്കിലല്ല, ബാക്കിന് വേണ്ടി ആ ഷേപ്പ് വരച്ച ആ ഷേപ്പിലാണ് ഞാനിപ്പോൾ വെട്ടിയേക്കുന്നത്. കണ്ടോ, ഇവിടെ നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കണം, പോയിൻ്റായിട്ട് വരരുത്, ഇങ്ങനെ ഷേപ്പായിട്ട് നിൽക്കണം. അതാണ് ഞാൻ 1/2 ഇഞ്ച് മാറ്റി ഇങ്ങനെ മുകളിൽ വരച്ച് കാണിച്ചത്. അപ്പം അങ്ങനെ നമ്മളത് കട്ട് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ആ മാർക്കൊക്കെ ഒന്ന് അടയാളപ്പെടുത്താം. ഇത് കഴുത്തിൻ്റെ ഇതാണ്. ഇത് 2 നിരയാണല്ലോ, അപ്പോൾ അതിൻ്റെ ആ സെൻറ്റർ നമ്മളൊന്ന് മാർക്ക് ചെയ്തു. അതുപോലെ അതിൻ്റെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെ ആ പോയിൻ്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നു.
അതുപോലെ ആ വയറുവണ്ണത്തിൻ്റെ ആ ഭാഗം നമ്മൾ അത് മാർക്ക് ചെയ്യണം. ഹിപ്പിൻ്റെ അവിടെയും വയറുവണ്ണത്തിൻ്റെ അവിടെയും നമ്മൾ ഒന്നിങ്ങനെ മാർക്ക് ചെയ്യണം. ഇത് ഹിപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്തു, ആ വയറിൻ്റെ അവിടെ, ഇടുപ്പിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പം നമ്മളിങ്ങനെ താഴെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്യാനുണ്ട്, അതൊന്നിങ്ങനെ ലെവൽ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് പീസും ഇപ്പോൾ വെട്ടിയെടുത്തു. അതായത് ബാക്കും ഫ്രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിൻ്റെ മാർക്കിലാണ് വെട്ടിയിരിക്കുന്നത്. അതെങ്ങനെ രണ്ടായിട്ട് നമ്മൾ മുറിച്ചെടുക്കുവാണ്. നമ്മൾ ഇനി അത് മാറ്റുന്നതിന് മുമ്പാട് നമ്മളിങ്ങനെ ആ സെൻറ്റർ ആ മാർക്ക് ഒന്ന് സൂചി കൊണ്ട് ഇങ്ങനെ പോയിന്റ് ചെയ്ത് വെച്ച് നമ്മളപ്പുറം വരയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, രണ്ട് പീസിലും അതിൻ്റെ തയ്യൽ തുമ്പ് ഒരേപോലെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ ആ വണ്ണം കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യണത്. അപ്പോൾ തയ്ക്കുമ്പോൾ നമുക്ക് സംശയം കൂടാതെ നമുക്ക് ആ ലൈനിലൂടെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സൂചി കൊണ്ട് ഇങ്ങനെ കുത്തി അതിന് പോയിന്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ സ്കെയിൽ വെച്ച് നമ്മൾ ആദ്യം വരച്ചതുപോലെ തന്നെ സ്കെയിൽ വെച്ച് നമ്മൾ ആ ഷേപ്പ് ഇങ്ങനെ ഇവിടെയും കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തയ്ക്കാൻ നേരത്തെ എളുപ്പമുണ്ട്. നമ്മൾ ആ സൂചി കൊണ്ട് കുത്തി അടയാളപ്പെടുത്തിയ ആ ഭാഗത്തേക്ക് നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഇങ്ങനെ ഷേപ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തയ്ച്ചു വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നും നോക്കണ്ട, ആ ലൈനിലൂടെ മാത്രം അങ്ങ് തച്ചാൽ മതി. അപ്പം ഞാൻ ഇതങ്ങ് മാറ്റി വയ്ക്കാം. അതിനെ നമുക്ക് ടക്ക് മാർക്ക് ചെയ്യാം. ടക്ക് മാർക്ക് ചെയ്യുന്നത് മുകളിൽ നിന്ന് തയ്യൽ തുമ്പ് കഴിച്ചിട്ട് നമ്മൾ 9.25 ഇഞ്ചാണ് അതിൻ്റെ ബ്രസ്റ്റ് പോയിന്റ്. അപ്പോൾ അതിൽ നിന്ന് 1/2 ഇഞ്ച് താഴെ, അപ്പോൾ ഏകദേശം 10 ഇഞ്ചിലാണ് നമ്മൾ ടക്കിൻ്റെ പോയിന്റ് മുകളിലത്തെ പോയിന്റ് മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ടക്ക് തുടങ്ങുന്നത്. ആ ലൈൻ ഞാനൊന്ന് വരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ നിന്നാണ് നമ്മൾ ടക്കിൻ്റെ, ഞാനൊരു 9 ഇഞ്ച്, അതായത് ഇതിപ്പോൾ 3.25 ഇഞ്ച് ഞാൻ അതിന് വീതി കൊടുക്കുകയാണ്. അതായത് 7.5 ഇഞ്ച് ടക്ക് അകലം, അതായത് ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അകലം 7.5 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ പകുതി 3.25 ഇഞ്ച് വെച്ച് അതിനുശേഷം ആ രണ്ട് പോയിന്റ് തമ്മിൽ ഞാനിങ്ങനെ ജോയിൻ്റ് ചെയ്തു, യോജിപ്പിച്ചു. അപ്പോൾ ആ ടക്കിന് ഞാൻ 9 ഇഞ്ച് ഈ വയറുവണ്ണത്തിൻ്റെ ആ രേഖ ആ ലൈനിൽ അതിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് ഞാൻ ഏകദേശം അപ്പുറയും ഇപ്പുറയും 1/4 ഇഞ്ച് വീതം അപ്പുറയും ഇപ്പുറയും അങ്ങനെ 1/2 ഇഞ്ച് ടക്കിന് കൊടുക്കും. 9 ഇഞ്ച് ടക്കിന് നീളം കൊടുക്കുന്നു. അപ്പോൾ 9 ഇഞ്ച് നീളം
ആ വയറുവണ്ണത്തിൻ്റെ ആ ലൈനിലാണ് ഞാൻ ടക്കിന് സെൻറ്ററായിട്ട് കണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ അപ്പുറയും ഇപ്പുറയും നമ്മൾ 4 ഇഞ്ച് വെച്ച് വരച്ചു. അതിലേക്ക് ഇങ്ങനെ സ്കെയിൽ വെച്ച് നമ്മൾ ലൈൻ കൊടുക്കുവാണ്. അപ്പോൾ ടക്കിനുള്ള ടക്കാണ് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ആ 4 ഇഞ്ചിൽ നമ്മളിങ്ങനെ 2 സൈഡിലേക്കും ഇങ്ങനെ വരച്ചെടുക്കുന്നു. എന്നിട്ട് ഇത് നമ്മൾ അങ്ങേ സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ ടക്ക് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അങ്ങേ സൈഡിലെ ലൈൻ തന്നെ ഈ സൈഡിലും വരയ്ക്കും. അതിനുശേഷം നമുക്ക് ഇത് മറിച്ച് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ ഈ ചോക്കടയാളം മറ്റേ ഭാഗത്തും കൂടെ വരത്തക്കവണ്ണം നമുക്കിതൊന്ന് മറിച്ച് മടക്കിയിട്ട് നമുക്കിങ്ങനെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ മടക്കി കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി വെക്കണം. അങ്ങനെ എല്ലാ മാർക്കും കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഇങ്ങനെ ആ ചോക്കിൻ്റെ മാർക്ക് മറ്റേ തുണിയിൽ പതിയാനായിട്ട് പയ്യെ ഇങ്ങനെ കൈകൊണ്ടൊന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ മാർക്ക് അങ്ങേ സൈഡിലും കൂടെ പതിയും. അപ്പോൾ അത് ഈ ചോക്ക് അത്ര തെളിഞ്ഞിട്ടില്ല. അപ്പോൾ എങ്കിലും അത് കാണാം എന്നുള്ളത് കൊണ്ട് ഞാനത് സ്കെയിലിന് വരയ്ക്കാം. ഈ ക്യാമറയിൽ കാണത്തക്കവണ്ണം അത് തെളിഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ അടയാളം എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് സ്കെയിലിന് വരച്ച് കാണിക്കാം. അപ്പോൾ വളരെ ചെറുതായിട്ടേ തെളിഞ്ഞോളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണത്തക്കവണ്ണം ഞാൻ ഈ സ്കെയിലിന് ഇങ്ങനെ വരച്ച് അങ്ങനെ കാണിക്കാം. അതുപോലെ തന്നെ ടക്കിൻ്റെ പോയിൻ്റ് ഇതാണ് 1/2 ഇഞ്ച് അതിൻ്റെ സെൻറ്റർ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ലൈൻ അതാണ് സെൻറ്റർ ലൈൻ. ഇനി അവിടെ നിന്ന് ടക്കിൻ്റെ 9 ഇഞ്ച് പോയിൻ്റ് മുകളിലത്തെ പോയിൻ്റ് ഇതാണ്. അങ്ങോട്ട് ഞാനിത് തിരിച്ചിങ്ങനെ വരയ്ക്കണം. അപ്പുറം നമ്മൾ വരച്ചതുപോലെ തന്നെ ഇപ്പുറം അത് ചോക്ക് ശരിക്ക് പതിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല. ചോക്ക് പതിയാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഒന്ന് വരച്ച് കാണിച്ചു തരുന്നേ ഉള്ളൂ. അപ്പോൾ താഴത്തെ പോയിന്റിലേക്ക് ഞാനിങ്ങനെ ഇതുപോലെ ചിരിച്ചിങ്ങനെ വരയ്ക്കുകയാണ്. അപ്പം ഇങ്ങനെ വരച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ടക്കും ഒരേ വലുപ്പത്തിൽ ഒരേ നീളത്തിലും ഒരേ വീതിയിലും നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആദ്യം തന്നെ വരച്ചു വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ടക്ക് മാർക്ക് ചെയ്തു, ബാക്ക് പീസിൽ 2 ടക്ക് മാർക്ക് ചെയ്തു. അപ്പോൾ 2 ടക്കിൽ മാർക്ക് ഉള്ളത് കൊണ്ട് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമുണ്ട്. അപ്പം അങ്ങനെ ബാക്ക് പീസിൽ നമ്മൾ 1/2 ഇഞ്ച് ടക്കടിക്കത്തക്കവണ്ണം ബാക്ക് പീസിനെ നമ്മൾ കൂട്ടിയെടുത്തായിരുന്നു. അപ്പോൾ ആ മാർക്കും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. നമുക്കിതിൻ്റെ സ്ലീവ് വെട്ടാം. ഇനി നമുക്ക് സ്ലീവാണ് വെട്ടേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൈയുടെ നീളം നമുക്ക് നീളത്തിലെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വിലങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ തുണിക്ക് ജോയിൻ്റ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇതിൻ്റെ നീളം 11 ഇഞ്ചാണ്. അപ്പോൾ അത് അങ്ങനെ ആ നീളം കിട്ടാൻ തക്കവണ്ണം ഞാനിങ്ങനെ വിലങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ കൈയുടെ വണ്ണം, അതായത് ഈ മസിലിൻ്റെ അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പം മസിലിൻ്റെ അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 13 ഇഞ്ച്. അത് അളവ് ചുരിദാറിൽ നിന്ന് എടുത്തേക്കണതുകൊണ്ട് നമുക്കത് സെയിം തന്നെ അങ്ങ് മാർക്ക് ചെയ്താൽ മതി. അപ്പം ആദ്യം നമുക്കിതിൻ്റെ അടിച്ചു മറിക്കാനുള്ള ആ ഭാഗം നമുക്കൊരു 4 ഇഞ്ച് പോയിൻ്റ് തയ്യൽത്തുമ്പ് കൊടുക്കാം. അടിച്ചു മറിക്കാനായിട്ട് നമുക്കൊരു 4 ഇഞ്ചും പോയിൻ്റ്. അതിനുശേഷം നമുക്ക് അവിടുന്ന് ഇതിൻ്റെ കൈനീളം 11 ഇഞ്ചാണ്. അപ്പോൾ 11 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അവിടെ നമ്മളൊരു 4 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കും. കൃത്യം തുണിയാണ്. അപ്പോൾ നമ്മൾ കൈനീളം മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളൊരു 1/2 ഇഞ്ച് 4 ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുത്തു.
ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ മുൻകൈ 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ച്. ഇനി നമുക്ക് മസിലിൻ്റെ അവിടുത്തെ വണ്ണത്തിൻ്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. മസിലിൻ്റെ അവിടുത്തെ വണ്ണം 13 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 6.5 ഇഞ്ച്. അപ്പോൾ ആ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ ആ ലൈൻ ഞാനിങ്ങനെ നേരെ വരയ്ക്കുവാണ്. ആ ലൈനിൽ നിന്നാണ് നമ്മളിനി കൈക്കുഴി എത്ര ഇറങ്ങണം എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇത് കൈയുടെ മസിലിൻ്റെ അവിടുത്തെ വണ്ണം 6.5 ഇഞ്ചാണ്. അതിൻ്റെ കൈക്കുഴിയുടെ ഈ ചെരുവ്, അതായത് കൈക്കുഴി ഇറങ്ങി വരേണ്ടത് എത്രയാണെന്നുള്ളതാണ്. ഇത് 15 ഇഞ്ചാണ്. അപ്പോൾ 15 പകുതി 7.5 ഇഞ്ച്. അപ്പോൾ 7.5 ഇഞ്ച് നമുക്കിങ്ങനെ ചെരുവ് വരണം. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6.5 ഇഞ്ച് വണ്ണമുള്ള നമ്മൾ മാർക്ക് ചെയ്തേക്കണ ഈ ലൈനുണ്ടല്ലോ, ആ ലൈനിൽ നിന്ന് നമുക്ക് 15 ഇഞ്ച് ചെരുവ് കിട്ടത്തക്ക വണ്ണം, അതായത് 7.5 ഇഞ്ച് 7.5 ഇഞ്ച് ചെരുവ് കിട്ടാൻ വേണ്ടിയിട്ട് ടേപ്പ്, ഇപ്പോൾ ഇത് 6.5 ഇഞ്ചാണ്, ഈ 6.5 ഇഞ്ചിനെ നമ്മൾ 7 ഇഞ്ച് കിട്ടത്തക്കവണ്ണം നമ്മൾ ടേപ്പ് ഇങ്ങനെ ചെരിച്ച് ആ തയ്യൽ തുമ്പിൻ്റെ ആ ലൈനിലേക്ക് നമ്മളിങ്ങനെ ചെരിച്ച് വയ്ക്കും. എന്നിട്ട് ആ ടേപ്പിൻ്റെ തുമ്പ് എവിടെയാണോ അവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയുന്നത്. ഇത്രയും കൈക്കുഴി ഇറങ്ങും. അപ്പോൾ കൈക്കുഴിയുടെ ഇറക്കം കണ്ടുപിടിക്കണത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചത്. അതായത് ടേപ്പ് ഇങ്ങനെ നമ്മൾ നേരെ വയ്ക്കുമ്പോൾ കൈയുടെ മസിലിൻ്റെ വണ്ണം അവിടെ നിന്ന് 1 ഇഞ്ച് വ്യത്യാസം ചെരിച്ച്, അതായത് കൈയുടെ മസിലിൻ്റെ വണ്ണം 6.5 ഇഞ്ച്, ചെരിച്ച് വയ്ക്കുമ്പോൾ 7.5 ഇഞ്ച്. അങ്ങനെ ആ ചെരിച്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ മാർക്കാണ് കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് കൈക്കുഴിയുടെ ഇറക്കം. അപ്പം ഈ ടേപ്പ് ഇങ്ങനെ ചെരിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് ആ കൈക്കുഴിയുടെ ഇറക്കം എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇത് ഞാനിങ്ങനെ നേരെ വരയ്ക്കാം. അതിനുശേഷം ആ മുൻകൈയുടെ മാർക്കിലേക്ക് അത് ചേർത്ത് വരയ്ക്കാം. അതിന് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇതാണ് കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയുന്നത്. അത് 3.25 ഇഞ്ച്. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 1.25 പോയിൻറ്റും. അപ്പോൾ 1.25 പോയിൻറ്റിനോട് ചേർത്ത് 4 ഇഞ്ച് കൂടുതൽ, അപ്പോൾ 2 പോയിൻറ്റും നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇറക്കത്തിൻ്റെ പകുതിയാണ്, കൈക്കുഴിയുടെ ഇറക്കത്തിൻ്റെ പകുതി. ഇനി കൈവണ്ണത്തിൻ്റെ പകുതി 6.5 പകുതി 3.25. അപ്പോൾ ആ 3.25 ഇവിടെ നമ്മൾ നേരെ വരയ്ക്കണം. ഈ ഇറക്കത്തിൻ്റെ സെൻറ്റർ നമ്മൾ കണ്ടു, അവിടെ നമ്മളിങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും അതിൻ്റെ പോയിന്റ്. അതായത് ഷേപ്പ് വരേണ്ടത് ഈ പോയിന്റിലാണ് ഷേപ്പ് വരേണ്ടത്. അപ്പോൾ നമ്മളിഞ്ഞ് സ്കെയിൽ വെച്ച് നമ്മൾ ആ പോയിന്റിലേക്ക് നമ്മൾ ആ ഷേപ്പ് കൊടുത്താൽ മതി. ഇങ്ങനെ ആ ഹോൾ കർവ് വെച്ച് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നു. ഈ ഷേപ്പ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് കുഴിച്ച് വെട്ടുന്ന, മുൻകൈ കുഴിച്ച് വെട്ടുന്ന ആ ഷേപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. മുൻകൈ കുഴിച്ച് വെട്ടുന്ന ഷേപ്പാണ് ഇത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്കെയിൽ തിരിച്ചു വെച്ചിട്ട് നമ്മൾ ആ തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മൾ ആ ഷേപ്പ് കൊടുക്കണം. ഏകദേശം ഒരു 1 ഇഞ്ചോളം നേരെ നിൽക്കത്തക്കവണ്ണം ഇങ്ങനെ നമ്മൾ ഷേപ്പ് കൊടുക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷേപ്പ്. അപ്പോൾ ഇനി നമ്മൾ ബാക്കിൻ്റെ ഷേപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ആദ്യം വരച്ചത് ഫ്രണ്ടിൻ്റെ ഷേപ്പാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കാനുള്ള ഷേപ്പ്. അപ്പോൾ ഈ ബാക്കിൻ്റെ ഷേപ്പിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം വരച്ചത് ഫ്രണ്ട് കുഴിച്ചു വെട്ടാനുള്ള ഷേപ്പാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് 1 ഇഞ്ച് ഇങ്ങനെ മാറി നിൽക്കത്തക്കോണം, അതിന് ശേഷം ഇങ്ങനെ ഷേപ്പ് കൊടുക്കണം. അതുപോലെ തന്നെ കണ്ടോ, ഇങ്ങനെ ഇതാണ് നമ്മൾ വെട്ടിയെടുക്കുന്ന ഷേപ്പ്. അപ്പോൾ ഇനി നമുക്ക് വെട്ടിയെടുക്കാം. ഇതാണ് കൈയുടെ ഷേപ്പ്.
നമ്മളതിൻ്റെ ആ തേര് വശം ഒന്ന് അല്പം മുറിച്ച് കളയാം. അപ്പം നമ്മൾ അടിക്കുമ്പോൾ ചുളുക്കം ഇല്ലാതിരിക്കും. തയ്ക്കുമ്പോൾ ചുളുക്കം ഇല്ലാതിരിക്കണേ ആ തേര് അല്പം മുറിച്ച് കളഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഇതതിൻ്റെ കൈവണ്ണം നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മളതിൻ്റെ ഒന്ന് അളന്ന് നോക്കാം. നമുക്ക് 15 ഇഞ്ച് കിട്ടുന്നുണ്ടോ? 15 ഇഞ്ചാണ് കൈക്കുഴി. 15 ഇഞ്ച് ഉണ്ടോ നമുക്ക് നോക്കാം. അതുകൊണ്ടോ അപ്പോൾ കറക്റ്റ് 7.5 ഇഞ്ച്. അപ്പോൾ കൃത്യം 7.5 ഇഞ്ച് നമുക്ക് കിട്ടി. കണ്ടോ, നമുക്ക് 15 ഇഞ്ചാണ് കൈക്കുഴിയുടെ ലൂസ്. ഇത് കൃത്യം 15 ഇഞ്ച്, 7.5 ഇഞ്ച് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ വിടുത്തി ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ കുഴിച്ചു വെട്ടാം. മുൻകൈ കുഴിച്ചു വെട്ടണമല്ലോ, അതിനുള്ള മാർക്കാണ് നമ്മൾ ആദ്യം ചെയ്തത്. ആ മാർക്കിലൂടെ നമ്മളിങ്ങനെ ആ 1 ഇഞ്ച് നീക്കി ഇങ്ങനെ ഒരു 4 ഇഞ്ചോളം ഷേപ്പേ വരുന്നുള്ളൂ. ആ 4 ഇഞ്ചോളം ഷേപ്പ് നമ്മൾ ഇതെങ്ങനെ എടുത്ത് കളയും. കണ്ടോ, ഇതാണ് ഫ്രണ്ട് കൈക്കുഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തത്. ഇത് ഫ്രണ്ടാണ് തിരിച്ചറിയാനായിട്ടുള്ള ഒരടയാളം. ഇനി നമ്മളതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. കണ്ടോ, ഇതാണ് ഷേപ്പ്. ഇനി നമ്മൾ അതിൻ്റെ അപ്പോൾ കൈയും നമ്മൾ വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ആ ചുരിദാറിൻ്റെ ലൈനിങ് ആണ് വെട്ടിയെടുത്തത്. ഈ ലൈനിങ് വെച്ചുകൊണ്ട് നമ്മളിനി യഥാർത്ഥ തുണിയിൽ നിന്നങ്ങ് വെട്ടിയെടുത്താൽ മതി. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.